ഹലോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതുല്യ. നിങ്ങൾക്ക് ഇതിനകത്ത് ബ്യൂട്ടി കോണ്ടന്റ്സ് മാത്രമായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കണം. ഓക്കെ. സോ ഇന്ന് നമ്മുടെ കോണ്ടന്റ് ആണ് കൺസീലേഴ്സ്. അതെ, തംബ്നെയിൽ കണ്ടതുപോലെ കൺസീലർ. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് പ്യോർലി എൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കൺസീലർ അണ്ടർ ₹300 എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസൈറ്റിൻ്റെ HD കൺസീലേഴ്സ് 3 റേഞ്ചിലാണ് ഉള്ളത്. ഒന്ന് ലൈറ്റ്, മീഡിയം, പിന്നെ ഡീപ്പർ ടോൺ. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ലൈറ്റിൽ LN10, LN15, അതുപോലെ മീഡിയം റേഞ്ചിൽ വരുമ്പോൾ MN10, MN20, MN30 ആൻഡ് ഡീപ്പറിൽ വരുമ്പോൾ DN40. പിന്നെ MN35 ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. സോ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇൻസൈറ്റിൽ വരുന്നത്. ഇൻസൈറ്റിൽ 6 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡസ്കി റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു 2 ഷെയ്ഡ്സ് ആണ്. ഓക്കെ, ലൈക്ക് നമ്മൾ കൺസീലേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും സ്കിൻ ടോണിന് സെയിം ആയിട്ടുള്ള ഒരു ഷെയ്ഡും, പിന്നെ ഒന്ന് ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസീലർ ഷെയ്ഡും. അതെപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ തന്നെ നല്ലൊരു നോ മേക്കപ്പ് ലുക്ക് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മളൊരു കൺസീലർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർ ടോണും എന്താന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാനൊരു കൺസീലർ സെലക്ട് ചെയ്യാണ്, എനിക്ക് അത് ഭയങ്കരമായിട്ട് ഓറഞ്ചിഷ് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഒരു കളർ കറക്റ്റർ പോലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും അതൊരു കൺസീലർ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് ടിൻറ്റുള്ള ഷെയ്ഡ്, എനിക്കിപ്പോൾ MN30 എന്ന് പറയുന്നത് കുറച്ച് ഓറഞ്ച് ടിൻറ്റുള്ളതാണ്. സോ എനിക്ക് അതൊരു കറക്റ്റർ പോലെ യൂസ് ആക്കാം. ആൻഡ് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് MN20 യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ സ്വാച്ച് ചെയ്യാൻ പോകുന്നത് ഇൻസൈഡിന്റെ HD കൺസീലർ MN30 ആണ്. ഇത് ഫോർ മീഡിയം ടു ഡീപ്പ് സ്കിൻ വിത്ത് ന്യൂട്രൽ അണ്ടർ ടോൺ. ഓക്കെ, അവർക്കുള്ള കൺസീലറാണിത്. ഇത് നമുക്ക് വേഗൻ ആണ് ആൻഡ് ഓൾസോ ക്രുയാലിറ്റി ഫ്രീ ആയിട്ടുള്ളൊരു കൺസീലറാണ്. ഇതിൻ്റെ പാക്കേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ലുക്ക് അറ്റ് ദിസ് കൺസീലർ. ഇത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ക്വാണ്ടിറ്റി തരുന്നുണ്ട് കേട്ടോ ഈ ബ്രാൻഡ്. അത് ശരിക്കും ലൈക്ക് അതൊരു നല്ല കാര്യമാണ്. കാരണം വേറെ ബ്രാൻഡുകളൊന്നും ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഉള്ള കൺസീലർ നമുക്ക് കിട്ടില്ല. ആൻഡ് ഓൾസോ ഇതിന്റെ കവറേജ് എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ കവറേജ് ആണ്. വേറൊരു ബ്രാൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ കവറേജ് ഇതൊന്നും തരില്ല. ഇത് നോക്കണേ, ഇറ്റ്സ് വെരി ഹ്യൂജ്. നമുക്ക് അത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. നമുക്കത്ര എത്ര തിക്കായിട്ടുള്ള ഒരു ഹ്യൂജ് വോണ്ടാണ് ഇതിന്. നല്ലൊരു ആപ്ലിക്കേറ്ററാണിത്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കിഡിലും ഫോർമുലേഷൻ ഞാനതിൽ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ലുക്ക്, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതിനി ഓക്സിഡൈസ് ആയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് സ്വാച്ചിൽ ഇത് ഇങ്ങനെയാണ് ഉള്ളത്. നമ്മുടെ അടുത്ത കൺസീലർ വന്നിട്ട് MN20 ആണ്. MN20 എന്ന് പറയുമ്പോൾ അത് ലൈറ്റ് ടു മീഡിയം, ഓക്കെ, മീഡിയം വിത്ത് ന്യൂട്രൽ സ്കിൻ ടോണില് അവർക്കുള്ളതാണ് ഈ MN20. അപ്പൊ എൻ്റെ MN20ന്റെ സ്വാച്ചാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, മീഡിയംകാർക്ക് ഞാൻ ഇത് MN20 ആണ് പറയുള്ളൂ. കാരണം അത് അത്ര വാം അല്ല. ഒരു മീഡിയം ന്യൂട്രലുകാർക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇത് ഹൈ കവറേജ് ഉള്ള ഒരു കിഡിലൻ ഷെയ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെനകത്ത് നിങ്ങൾക്ക് സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫേസിനകത്ത് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് കവറേജ് എത്ര കിട്ടും എന്ന് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ തന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം. സോ ഇത് ഫസ്റ്റ് ഇതിനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇടാം. ഇത് എത്രത്തോളം ഓക്സിഡൈസ് ആവുന്നുണ്ടെന്ന് ഞാൻ അപ്പോൾ ഇടാം. ഓക്കെ, എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട് കേട്ടോ. ഈ ഒരു വെളിച്ചത്തിൽ അത്ര അറിയാത്തതാണ്, പക്ഷെ എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡാർക്ക് സർക്കിൾ അല്ലെങ്കിൽ എൻ്റെ പിഗ്മെന്റേഷൻസ് കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ HD അല്ല, പ്രോ കൺസീലർ പാലറ്റ് ആണ്. ഇതിനകത്ത് നിന്നാണ് കേട്ടോ ഞാൻ കൺസീലർ സിറ്റേറ്റ് പഠിച്ചു തുടങ്ങിയത്. ഞാൻ ഇതിൽ നിന്നാണ്
ലൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻസ് ആണ് ഉള്ളത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു പീച്ച് കറക്റ്റർ യൂസ് ചെയ്താൽ മതിയാവും. അല്ല നിങ്ങൾക്ക് നല്ല പിഗ്മെന്റേഷൻസ് ഉണ്ട്, നല്ലോണം അൺഈവൻ സ്കിൻ ടോൺ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓറഞ്ച് കറക്റ്റർ അല്ലെങ്കിൽ റെഡ് കളർ കറക്റ്റർ യൂസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ഇടാം. നമ്മളിത് ഈ MN30 ഇത് വേഗം ഡ്രൈ ഔട്ട് ആവും കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. വേഗം ഡ്രൈ ആവും. നമ്മൾ വേഗം നമ്മളിതിനെ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, ലിക്വിഡ് കൺസീലറാണ്. ഓക്കെ ഫൈൻ. ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് നനച്ചു കൊടുക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിത് ഞാനിവിടെ കവർ ചെയ്യാൻ പറഞ്ഞു. ഇത് കവർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ പിന്നീട് കവർ ചെയ്യാം. ഓക്കെ, ഇത് നോക്കൂ. ഇത് ഞാൻ കളർ കറക്റ്റർ വെച്ച് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഞാൻ എൻ്റെ MN30 യൂസ് ചെയ്ത് കവർ ചെയ്തതാണ് കേട്ടോ. എന്തുകൊണ്ട് ഞാൻ MN20 യൂസ് ചെയ്തില്ല എന്ന് ഡൗട്ട് വരും. ബിക്കോസ് എൻ്റെ സ്കിന്നിന് ഇവിടുത്തെ ഷെയ്ഡാണ് MN20. ബട്ട് ഇവിടെ എനിക്ക് കളർ കറക്റ്റ് ചെയ്യുമ്പോൾ MN20 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹൈലൈറ്റിങ് ഷെയ്ഡ്, അത് ഭയങ്കര ബ്രൈറ്റർ ആവും. എനിക്കങ്ങനത്തെ ഭയങ്കര ബ്രൈറ്ററായി നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. നമുക്ക് അങ്ങനെ ബ്രൈറ്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് MN20 ഇട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഷാഡോസ് ഒക്കെ കൊടുക്കുമ്പം കറക്റ്റ് ആ ഐ ഷാഡോന്റെ പിഗ്മെന്റ്സ് ഒക്കെ ഒന്നുകൂടെ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു ഡെയിലി വെയർ ഒക്കെ ആയിട്ടാണെങ്കിൽ എനിക്ക് MN30 ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കൺസീൽ ചെയ്യാതെ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വെച്ചിട്ട് ഇത് ഞാൻ കൺസീൽ ചെയ്തതാണ്. ഓക്കെ, സോ ഞാനിവിടെ MN20 യൂസ് ചെയ്തിട്ട് സൂപ്പർ ബോണ്ടാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഈ ബോണ്ട്. ഇനി ഞാൻ ഈ സൈഡിനകത്ത് ഇതില്ലാതെ കൺസീലർ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കൺസീലർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ? ഇതുപോലെയല്ല ഈ കണ്ണ്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. MN20 ഇത് ഇപ്പോൾ ഇട്ട MN20 വലിയ കാര്യമായിട്ട് ഓക്സിഡൈസ് ആവുന്നില്ല, പക്ഷെ എന്നാലും ചെറിയ രീതിക്ക് ഉണ്ട്. ഡാർക്കായി പോയിട്ടുണ്ട്. ഓക്കെ, സോ ഓക്സിഡൈസ് ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ആവും, തീർച്ചയായിട്ടും ആവും. സോ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം ഇത് ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് നല്ല യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. ഈ എന്താ പറയുക, കൺസീലർ ഫൗണ്ടേഷൻ വേണ്ട, കൺസീലർ മതി എന്നുള്ളവർക്ക്, നോ മേക്കപ്പ് ലുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് ഇൻസൈറ്റിൻ്റെ ഇവർക്ക് നോ സ്മച്ച് കൺസീലർ കൂടെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത തവണ നമുക്ക് ഇതിന് റിവ്യൂ എടുക്കാം. ഇതിപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഈ ഒരു ബഡ്ജറ്റിനകത്ത് കിട്ടുന്ന ഒരു ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു കൺസീലറാണിത്. സോ നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങളിതിന് സെർച്ച് ചെയ്ത് നോക്കണം, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ റിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ പറയണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഹായ്. ബൈ.